ഹലോ. ഓക്കെ, സഫാൻ ജാനുവരി 4 എവിടെയായിരുന്നു? സഫാൻ ജാനുവരി 4 എവിടെയായിരുന്നു? കൊണ്ടോട്ടി ജിഎംപി സ്കൂളിൽ എന്തായിരുന്നു? സഫാൻ എക്സാമിന് പോയതായിരുന്നോ? ഓക്കെ, അപ്പോൾ എക്സാം എഴുതാൻ പോയിട്ട് അവിടുന്ന് എക്സാം അല്ലാണ്ട് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടായിരുന്നോ? അവിടെ മതിൽമേലൊക്കെ സഫാന്റെ പേര് കണ്ടിട്ടുണ്ടല്ലോ എഴുതിയതായിട്ട്. അപ്പോൾ ഞങ്ങൾ CCTV ചെക്ക് ചെയ്ത സമയത്ത് സഫാൻ അവിടെ മതിലിൽ പേര് എഴുതുന്ന കണ്ടല്ലോ. അപ്പോൾ ഒരു എക്സാം എഴുതാൻ പോയാൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഉറപ്പാണോ? സഫാന്റെ പേരാണല്ലോ അവിടെ കണ്ടേ. സഫാനെ ഒന്നും വിചാരിക്കണ പാവം ഞങ്ങള്. മാമനോടൊന്നും തോന്നല്ല ബൈക്കോട്ട. എന്നിട്ട് സഫാൻ ഈസർ എക്സാം എങ്ങനെ ഉണ്ടായിട്ടാ? അത് ശരി, ഉഷാറ്. എത്ര റാങ്ക് എനിക്ക് ഉണ്ടാവുന്നതാണ് എന്റെ പ്രതീക്ഷ? 30ന്റെ ഉള്ളിൽ അല്ലേ? ഉപ്പനെയും കൂടി ഒന്ന് കാണിക്കോ, രണ്ടാളെ ഒന്ന് കാണിക്കോ. അതായത് 5000-ലധികം ആൾക്കാർ എഴുതിയ ഒരു എക്സാം ആയിരുന്നു മോൻ എഴുതിയത്. അപ്പൊ മോന്റെ റാങ്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വിളിച്ചത്. കുറച്ചുകൂടി ക്യാമറ ഒന്ന് ബാക്കോട്ട് വെക്കുവോ? രണ്ടാളും കൂടി കാണട്ടെ. രണ്ടാളെയും കാണട്ടെ. ഉപ്പ ഒന്ന് ജസ്റ്റ് പറയോ, ഗസ് ചെയ്യോ എത്ര ആയിരിക്കും മോന്റെ റാങ്ക്? വെറുതെ നിങ്ങളെ ഒരു ആഗ്രഹം. എന്നാൽ ടോപ്പുകളിൽ ടോപ്പ് ആയിക്കൊണ്ട് 1ാം റാങ്ക് അടിച്ചിട്ടുണ്ട് ഉപ്പ. അപ്പൊ മോനൂസ്, അപ്പൊ ഒന്നും പേടിക്കരുത്, എനക്കാണ് നമ്മുടെ 1ാം റാങ്ക് കിട്ടിയത്. അപ്പൊ എജുപോർട്ടിന്റെ കൂടെ എനിക്ക് +1 +2 ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഒരു പൈസ പോലും കൊടുക്കണ്ട കേട്ടോ. ഈ അവിടെ വന്നിട്ട് നന്നായിട്ടൊന്ന് പഠിച്ചാൽ മാത്രം മതി. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഓന് ഏതെങ്കിലും മെഡിക്കൽ ഫീൽഡിലേക്കോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കോ അങ്ങനെ ഏതെങ്കിലും താല്പര്യം ഉണ്ടോ? പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്കൊരു അതാണ് ഇങ്ങനെ പറയുന്ന ഒരു ഉപ്പ കിട്ടിയത് തന്നെ എൻ്റെ മഹാഭാഗ്യം. സോ എനിക്ക് ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ സൊഫാനെ, ഈ ഡോക്ടർ ആണെങ്കിൽ ഡോക്ടർ, എഞ്ചിനീയർ ആണെങ്കിൽ എഞ്ചിനീയർ, എന്തും ആയിക്കോ അന്നെ ഞങ്ങൾ ആ ടോപ്പിലെത്തിക്കാൻ കൂടെ ഞങ്ങളുണ്ടാവും. ഓക്കെ, ഒരു പൈസ പോലും ചെയ്താറുണ്ട്. എനിക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം ഫ്രീ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് പൊളിച്ചടക്കണം കേട്ടോ. അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി കൺഗ്രാജുലേഷൻസ്.